വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ നമ്മൾ ലാസ്റ്റ് വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും ഏട്ടൻ ബിസിനസ് ട്രിപ്പിന് പോണത്. അതിൻ്റെ ഇടയിലുള്ള 2-3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല. വർക്കിലും ഭയങ്കര ബിസി ആയിരുന്നു. വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഏട്ടൻ എൻ്റെ അടുത്ത് പോണ സമയത്ത് തിരിച്ചു വരുമ്പോൾ കഴിക്കാനായിട്ട് ചോറും നെയ്മീൻ പൊരിച്ചതും ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്ന് ഫ്രൈഡേ ആണ്. സോ ഞാൻ വർക്കിംഗ് ആണ്. എനിക്ക് കാലത്ത് ഞാൻ വിചാരിച്ചു ആദ്യം മീൻ പൊരിച്ച് വെക്കാം. നമുക്കിവിടെ ഫ്രഷ് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതുപോലെ ഫ്രോസൺ മീനാണ് വാങ്ങുന്നത്. പക്ഷേ കാലത്ത് ഞാൻ എടുത്ത് വെച്ചിരുന്നെങ്കിലും ഫിഷ് ആയില്ല സമയത്തിന്. പിന്നെ എനിക്ക് ബാക്ക് ടു ബാക്ക് മീറ്റിംഗ്സ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ സമയം 1:45. ഏട്ടൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടപ്പോൾ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചോറ് ഞാൻ നേരത്തെ ഇൻസ്റ്റൻ ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ ഇപ്പം ആയിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു നമുക്ക് മീൻ പൊരിച്ചതെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടാണ് പോയത്, നെയ്മീൻ പൊരിച്ചത് വേണമെന്ന്. ഏട്ടനൊരു 15-20 മിനിറ്റ്സിൽ വരും. കഴിച്ചിട്ടാണോ വരുന്നത് എനിക്കറിയില്ല. എന്നാലും ജസ്റ്റ് ഉണ്ടാക്കി വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് രാത്രിയിലത്തേക്കും എടുക്കാമല്ലോ. രാത്രിയിൽ നമുക്ക് ഫിഷ് ഫ്രൈ സെറ്റ് ചെയ്യാം. സാധാരണ ഫ്രൈഡേ ഒക്കെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ് വർക്ക്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് കുറേ ഡെഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഫ്രൈഡേയും മീറ്റിങ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ഫ്രീ ആയിട്ട് കുറച്ച് കാലമായി. അങ്ങനെ ഒരു ഫ്രൈഡേ ഒക്കെ ഇങ്ങനെ വീക്കെൻഡ് ആവണം എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ട് എവിടെ എത്തിയെന്ന് നോക്കട്ടെ. നമുക്ക് ട്രാക്ക് ചെയ്യാം ആപ്പ് ഫൈൻഡ് മൈ ഫ്രണ്ട്സിൽ. ഓക്കെ, വിളിച്ചു നോക്കിയാലോ. ലാൻഡ് ചെയ്തൊന്ന് വിളിച്ചു നോക്കാം. ലാൻഡ് ചെയ്താ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ ശരി. അപ്പോൾ ഒരു 40 മിനിറ്റ് പിടിക്കുമോ അല്ലേ? അതുണ്ടാക്കുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഏട്ടൻ ആക്ച്വലി ലഗേജൊക്കെ പിക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. സാധാരണ മീനൊക്കെ എന്ന് പറഞ്ഞാൽ മസാല പുരട്ടി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഒന്നാമത് നമ്മൾ ഫ്രോസൺ ഫിഷാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നെയ്മീൻ ഇങ്ങനെ ചെറിയ ചെറിയ ഇൻഡിവിജ്വൽ പാക്കറ്റ്സിലായിട്ട് വാങ്ങാൻ കിട്ടും. നെയ്മീൻ ഇസ് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ്. കാരണം ഒരു 3 എണ്ണത്തിന് ഒരു $16-20 ആവും. അങ്ങനെ നമുക്കിത് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ ഫിഷ് മോളി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നെയ്മീൻ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ കൂടുതൽ നെയ്മീൻ വാങ്ങിച്ച് വെക്കാറ്. ഇത് പിരിക്കണ കണ്ടപ്പോൾ എൻ്റെ അടുത്തൊരു കൊതി പറഞ്ഞതാണ്, നെയ്മീൻ പൊരിച്ചത് വേണോ. സോ ഏട്ടൻ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറഞ്ഞു. ലേറ്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു മണിക്കൂർ കഴിയും. ഇനി 1 മണിക്കൂറല്ല, ഒരു 3/4 മണിക്കൂർ കഴിയും എത്താനായിട്ട്. അപ്പോൾ എന്തായാലും മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് പുരട്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഒന്നല്ലെങ്കിൽ ഏട്ടൻ വന്നിട്ട് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എത്താറാവുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കാം. പുരട്ടി വെച്ചാലേ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. പ്രത്യേകിച്ച് ഫ്രോസൺ ഫിഷും കൂടി ആയതുകൊണ്ട് ഇതൊക്കെ അബ്സോർബ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം എടുക്കാം. സോ നമുക്ക് അതുവരെ ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാറായി.
ഫ്രൈ മാത്രമായിട്ട് എങ്ങനെ ചോറുണ്ടാണത്. അപ്പം ഞാനൊരു തട്ടിക്കൂട്ടി മോരുകറി ഉണ്ടാക്കുകയാണ്. എൻ്റെ കയ്യിൽ കൊച്ചുള്ളിയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കാച്ചിയ മോര്. ഉള്ളിയും സാധനങ്ങളൊക്കെ ഇനി പോയി വാങ്ങണം. ഗ്രോസറി എക്സൊക്കെ ഒരുവിധം തീരാറായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് തോരൻ ഉണ്ടാക്കാൻ സമയമില്ല, കാരണം 15 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ഒരു മീറ്റിംഗ് ഉണ്ട്. പണ്ടൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കറിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കാനുള്ള എളുപ്പം കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കും ഞങ്ങളിവിടെ. ഇത് ഞാനങ്ങനെ എപ്പോഴും വീട്ടിലുണ്ടാക്കാറില്ല. എല്ലാം തീർന്നു കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. കാരണം ഇന്ത്യൻ സ്റ്റോറിലും കോസ്കോലൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. പിന്നെ തൈരിനായിരുന്നെങ്കിൽ ഇപ്പം ഇന്ത്യൻ സ്റ്റോറിൽ പോകാൻ പറ്റില്ല, ഈ ആഴ്ച ഇല്ല, എന്നാൽ അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ മാത്രം ഞാൻ ഇൻസ്റ്റന്റ് ബോട്ടിൽ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് തൈര് മിക്സ് ചെയ്യാം. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത്. ബാക്കി നമുക്ക് വോയിസ് ഓവർ എല്ലാം ചെയ്യാം. ഇവിടെ ആർക്കും അത്ര വെള്ളം പോലെ ഇരിക്കുന്ന കറി ഇഷ്ടമല്ല, എല്ലാവർക്കും കുറച്ചൊരു തിക്നെസ് വേണം. അതുകൊണ്ട് ഞാൻ ഒത്തിരി വെള്ളം ചേർക്കാറില്ല മോര് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് നല്ല ചൂട് കാണും. സോ ഇപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിരിയും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒക്കെയാണ്. എൻ്റെ ഇടയിൽ മിയയുടെ കാര്യം മറന്നുപോയി. സോ മിയ ഇപ്പോൾ എത്തും. മിയയുടെ സ്കൂൾ ബസ് വരാറായി. എല്ലാം കൂടി ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഫ്രൈഡേ. നാളെ വേണം കുറച്ച് റിലാക്സ് ചെയ്യാനായിട്ട്. അവളെ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ എല്ലാം TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കും മിക്കവാറും. അപ്പോഴേക്കും ഏട്ടനും വരും. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. കാലത്ത് കുറച്ച് ബിസ്ക്കറ്റൊക്കെ പറക്കി തിന്നു. എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. മിയനെ റെഡിയാക്കി വിട്ടു. പിന്നെ സിദ്ധുവിനെ സ്കൂളിൽ ഡ്രോപ്പ് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നു. അപ്പോഴേക്കും കുളിച്ച് റെഡിയായി വർക്കിന് കയറാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെയൊക്കെ വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആഗ്രഹം മാത്രം പോരല്ലോ, നമുക്ക് സമയം കൂടി വേണ്ടി ഇതിന് വേണ്ടിയിട്ട്. റബ്ബർ ബാൻഡ് ആണോ? അറിഞ്ഞൂടാ, മേ ബി ബൈ മിസ്റ്റേക്ക്. വാ, അച്ഛൻ വരൂ, പറയൂ. അച്ഛൻ 15 മിനിറ്റ്സിൽ വരും. വാ, ക്രോസ് ചെയ്യാം. വാ. Okay. Mama's going upstairs, okay, Mia? Mama still need to work. Okay? അപ്പം മീയക്കുട്ടിനെ കയറ്റി ഇരുത്തി. മോര് കറി റെഡിയാണ്. ഫിഷ് ഫ്രൈനുള്ളത് പുരട്ടി വെച്ചേക്കാണ്. ഏട്ടൻ വന്നിട്ട് ഫ്രൈ ചെയ്യാം. എൻ്റെ മീറ്റിംഗ് സമയമായി. ലോലൊക്കെ നോക്ക്. കച്ചനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണ. ഇന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഏട്ടന്ന് പോയത് ഏട്ടൻ 10 മിനിറ്റ് മുമ്പ് പോയ പോലെയാണ് എനിക്ക് തോന്നണത്. You are looking at the next associate director at AbbVie. We are moving forward with the offer. ഫ്രൈഡേ ഓൺ ദ വേ 2 മണിക്ക് വിളിച്ചിരുന്നു. സെൽഫ് പെറ്റീഷൻ ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയായിരുന്നു. എന്ത് സാധനം ജീവിച്ചാ ഓഫർ ട്യൂസ്ഡേ വരത്തുള്ളൂ. പക്ഷെ അത് വീക്കെൻഡിന് മുമ്പ് അവര് വിളിച്ചപ്പോ ഇതും കൂടെ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞത്. അതാണ് അവര് പറഞ്ഞത് 3 മണിക്ക് വിളിക്കാൻ പറ്റുമോ. താലം കൈമാറുകയാണ്. ലോലയും പിള്ളേരും വീടും എല്ലാം. ചോറുണ്ട്, മീൻ പൊരിക്കണേ ഉള്ളു. മീറ്റിങ്ങും പിള്ളേരും. ഫ്രൈഡേ ഇത്ര മീറ്റിംഗ്സ് റെയറാണ്. എല്ലാവരും ഉണ്ട്. കുറെ പേര് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അത് അമ്മ ഇന്നലെ ഷോപ്പിങ്ങിന് കഴിച്ചില്ല. ഏട്ടൻ വന്നിട്ട് കഴിക്കാൻ. വെതർ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ ഭയങ്കര തണുപ്പ്. ഇന്ന് കാലത്ത് കോരിച്ചൊരിയണ മഴയും ഫോഗും ഒക്കെ ആയിരുന്നു. 10-11 മണി വരെ. കാലത്ത് പിള്ളേരെ കൊണ്ടാക്കുമ്പോഴാണ് മനുഷ്യൻ ജീവിതം വെറുത്തോണുള്ളത്.
തണുപ്പും ഗ്ലൗസും തൊപ്പിയും എല്ലാത്തിനും. ഷിക്കാഗോന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും മറ്റേ വിന്റേജ് കോട്ടൊക്കെ എല്ലാം പെട്ടിക്കകത്ത് വെച്ചേക്കല്ലേ. പുല്ല് ഇതൊക്കെ ഇനി എടുക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ്. വെളി ഇറങ്ങിയപ്പോ തന്നെ എന്തൊരു പുളി. സാന്റിയാഗോ ചില്ലടെ ആൾക്കാര് സർഫിങ്ങിനൊക്കെ പോയി. അവിടെ നല്ലൊരു വൈബാണ്. അത് ഒരു ബീച്ച് ടൗൺ പോലെയാണല്ലോ. കുറെ ബീച്ച് ടൗൺസ് ആണ്. ഈ നമ്മുടെ ജീനി ഇല്ലേ, മീയുടെ ഫ്രണ്ട്, ആ കൊച്ചു സാന്റിയാഗോയിലെ ജനിച്ചു. അവര് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്താ ഫാമിലി സപ്പോർട്ടിന് വേണ്ടിട്ട്. എല്ലാം ഇപ്പൊ പൊരിക്കണ്ടല്ലോ, കാരണം ഏട്ടൻ മാത്രമല്ലേ കഴിച്ചുള്ളൂ. ആ എല്ലാ ദിവസവും അടി തന്നെ. ഇല്ല, സിദ്ധു മീനെ അടിച്ച്. ആ ടോയ് വെച്ച് അടിച്ച്. മിയ കരഞ്ഞ്. ഇല്ല, സിദ്ധു ഷെയർഡ് കൊട ഇന്ന്. തോലയ്ക്കും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാ. വാലാട്ടി ഇരിക്കുകയാണ് അവിടെ. ഇത് പയക്കാരെ വെട്ടി പൊട്ടിക്കണമല്ലോ. അച്ഛന്റെ ജാക്കറ്റ്. അച്ഛൻ പോയ സ്ഥലത്ത് തണുപ്പില്ലായിരുന്നു. It's like a big toy or anything. It's a small thing. No. Look. Look at this one. That's a real one. What? They're all real? Yeah. Huh? This is a fridge magnet for San Diego. ഫ്രണ്ട്ഷിപ്പ് ബ്രേസ്ലെറ്റ്. Pick one you want. Which one you want? Pick one. ഇതാ സിദ്ധുവിന് ഏത് കൊടുക്കണം? അതവൻ പിക്ക് ചെയ്യട്ടെ. Pick ചെയ്യട്ടെ. I will let him pick. ലോലയ്ക്ക് ഒരു എല്ലെങ്കിലും കൊണ്ടുവരായിരുന്നു. മീനായി കാണും. പകുതിയായിട്ട് എടുക്കാം. കുറച്ച് വീണ്ടും ഇരിക്കും കുറെ സമയം പിന്നെ. അപ്പം എത്ര രാത്രി ആയിരുന്നാലും മനസ്സ് ബോട്ട് റൈഡ് ഇതാണ് രാവിലെ തൊട്ട്. എന്നൊക്കെ പറഞ്ഞ് ഓക്കെ സമയമുണ്ടെങ്കിൽ പോയി. ഇതൊക്കെ വലിയ അത്യാവശ്യം. വൈകിട്ട് 4 മണിയാകുമ്പോ അങ്ങനെ കാണാനില്ല. അങ്ങനെ മുങ്ങി. This is the regular shell. Pick one bag, Sidhu. Which bag do you want? Blue one. Only one. From these two, which one do you want? This is Mia's. The sauce Pick one. is ridiculous. Straight up gangster. Mac and cheese is great. Who trusts me that? That's my son, man. That's no joke. I got it from Jungle Bus. ജംഗിൾ ബസ്സിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. How do we put it on? Wait, I'll put it on. Burrito that these ribs are. Wait. They make burritos on Monday. It's not just regular barbecue. I mean, this is barbecue plus. Yes. You got a little bit of everything for everyone. I Here's think the deal. We're time gonna for have it Burrito. on I'm the hanging out with car. Crazy Man. When we come I back, will type. we'll see what happens. I have to Because put he's one put by together one.